എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നതെന്ന് അറിയാമോ? പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ആരെങ്കിലും നുള്ളി പിച്ചി എന്നെ തുറച്ചു നോക്കി എന്ന് പറഞ്ഞിട്ട് എടുക്കുന്ന ഒരു തീരുമാനമൊന്നല്ല കേട്ടോ. ഒരുപാട് ക്ഷമിച്ച് ഒരുപാട് സഹിച്ച് ഫിസിക്കലി മെൻ്റലി അത്രത്തോളം തളർന്നതിന് ശേഷം ഏറ്റവും അവസാനമായിട്ടുള്ള തന്നെ എല്ലാറ്റിനും കൂടെ ഉണ്ട് എന്ന് വിശ്വസിപ്പിച്ച വീട്ടുകാരോട് വന്ന് പറയും, എനിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഇതെന്തിനാ പറയണമെന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ച്. സെയിം ടൈം ആ വീട്ടുകാർ എന്താ പറയുക, സഹിച്ചു നിൽക്ക്, ഇതാണ് ജീവിതം, എങ്ങനെയാണ് ജീവിതം, കുറച്ചും കൂടെ ഒന്ന് നോക്ക് എന്ന രീതിക്ക് പറയുന്ന സമയത്താണ് അവർ തകരുന്നത്. അതേസമയം ആ വീട്ടുകാർ പറയട്ടെ, ഇതല്ല മോളെ ജീവിതം, ഇങ്ങനെയല്ല മോളെ ജീവിതം, ഇങ്ങനെ വിഷമിക്കാനും വേണ്ടിയിട്ടല്ല നിന്നൊരു വീട്ടിലേക്ക് അയച്ചത്, നീ ഇങ്ങോട്ട് വാ, ഞങ്ങളില്ലേ, നിനക്ക് കൈയും കാലും ഇല്ലേ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കാൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിയും ആത്മഹത്യ ചെയ്യൂല. അവരുടെ എല്ലാ പ്രതീക്ഷയും തകരുന്നത് തൻ്റെ വീട്ടുകാർ അങ്ങനെ പറയുമ്പോഴാണ്. അപ്പോൾ ആർക്കുള്ള ശിക്ഷയായിട്ടാണ് അവർ ഈ ആത്മഹത്യ ചെയ്യുന്നതെന്ന് വെച്ചാൽ, തൻ്റെ വീട്ടുകാർ തൻ്റെ മരണത്തോടെയെങ്കിലും തൻ്റെ വേദനകൾ മനസ്സിലാക്കട്ടെ, അങ്ങനെയെങ്കിലും ഞാൻ എത്രത്തോളം സഹിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു തീരുമാനം എടുക്കുന്നത്. നിങ്ങളുടെ മക്കളെ വെറും ഒരു വെള്ളപ്പൊതപ്പ് പൊതച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതിനേക്കാളും ഏറ്റവും നല്ലതല്ലേ അവർ നിങ്ങളുടെ മകളായിട്ട് തന്നെ ജീവിക്കുന്നത്. നാട്ടുകാരൊന്നും പറഞ്ഞോട്ടെ, അവർക്ക് നാവുണ്ട്, അവർ പറയും, അതാണ് അവരുടെ ജോലി. അവരെ നിങ്ങൾക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുക്കൂ കേട്ടോ.